Federal Bank Speak for India Kerala edition in association with Madhurabhumi. കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുടെ ലഹരിയിൽ നിന്നും നമ്മുടെ മാനസിക ബന്ധങ്ങളെ ചിന്താശീലിതങ്ങൾ മുതൽ താളിയോലകൾ, കടലാസുകൾ, കത്തുകൾ നിയന്ത്രണം എന്ന നിലയിലല്ല സന്തുലിതവും മാനസികവും ആവശ്യങ്ങൾ, ക്യാമ്പസ് സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ സമയങ്ങളിൽ ഡിജിറ്റൽ മനുഷ്യൻ യാഥാർത്ഥ്യത്തിൽ നിന്ന് അതീത യാഥാർത്ഥ്യത്തിലേക്ക് between humans in real life. പരിണാമത്തിന്റെ നാൾവഴികളിലൂടെ അതിജീവനത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ 2025 A study conducted by the Harvard University states that technology is working. What matters is the creativity. And share between humans in real life, not interest, not. It is I had attended this particular function. ആത്മാർത്ഥമായ സൗഹൃദങ്ങളും ആശയവിനിമയങ്ങളും Step because it improves the attention content. Real life conversation needs rules to survive. അക്ഷരജ്ഞാനത്തിന്റെയും സംവാദത്തിന്റെയും ചിന്തയുടെയും തമ്മിലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്നത് വെറും മിഥ്യാധാരണയാണ്. Kerala is known as the God's own country, not art of monitoring. And when you just talk about this situation, we ഫെഡറൽ ബാങ്ക് സഹകരിച്ച് 10th എഡിഷനാണ് സ്പീക്ക് ഫോർ ഇന്ത്യ. ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യയും മാതൃഭൂമിയും അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ഈ സ്പീക്ക് ഫോർ ഇന്ത്യ കോമ്പറ്റീഷൻ്റെ 10th എഡിഷന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നമ്മളെല്ലാവരും നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ തന്നെ എടുത്തു നോക്കൂ. നമ്മുടെ ചുറ്റിനും കുറേ കൂട്ടുകാരുണ്ട്. പക്ഷെ ആശയവിനിമയം നല്ല രീതിയിൽ നടക്കണമെങ്കിലും ആത്മാർത്ഥമായ ഒരു സൗഹൃദം വേണമെങ്കിലും Now this can be achieved by having clubs, societies and other ways. Students, that is undergraduates, medical students are suffering from social ഒക്കെ മികച്ച രീതിയിൽ വളരും, അല്ലെങ്കിൽ അതിനൊരു പുരോഗതി ഉണ്ടാകും എന്നൊക്കെ സാഹോദര്യം ഉരുത്തിരിയുന്ന സൗഹൃദവും സ്നേഹമുരുത്തിരിയുന്ന ആശയങ്ങളും സംവദിക്കുന്ന കാറ്റിന്റെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിമിഷനേരം ആശയവിനിമയം നടക്കുകയും ചെയ്യുന്ന ഒരു സമകാലത്തിൽ നിന്നുകൊണ്ടാണ് ഡിജിറ്റൽ ഫ്രീ സോണുകൾ ക്യാമ്പസ് ഡിജിറ്റൽ മേഖല വളരെ വളർന്നു പന്തലിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നാം talk where we share emotion, it is more effective because others can share their experience. ചിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതാണ് മനുഷ്യൻ. നിർമ്മിത ബുദ്ധികളുടെയും സാങ്കേതിക രഹിത മേഖല എന്നുള്ളത് പ്രശ്നങ്ങളുടെ തെറ്റായ നിർവചനമാണ്. ബഹുമാന്യരെ, നാം ചിന്തിക്കുക പുതിയ ഇവിടുന്ന് മത്സരിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഒരു വോയിസിനെ കേൾക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയും അതിന് കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ ചിന്തിക്കാൻ വയ്ക്കുകയും ചെയ്യുന്നത് ഒരുപാട് നല്ല വിഷയമാണ് ശരിക്കും. ഈ വിഷയം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആശയത്തിൽ നമ്മുടെ നാട് മുങ്ങണം.